നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഒപ്പിലിരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു ഡൗട്ടാണ് കപ്പിളിൻ്റെ അടുത്തുനിന്ന്, ആൽക്കഹോൾ കൺസംഷൻ സേഫ് ആണോ, അല്ല അവരിപ്പം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കപ്പിളാണെങ്കിൽ ഷുഡ് ദേ റീഫ്രെയിൻ ഫ്രം ദാറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പിളാണ് ആൻഡ് ഇഫ് ദേ ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി, ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ആൽക്കഹോൾ വളരെ അഡ്വേഴ്സ്ലി മെയിൽസിനെയും ഫീമെയിൽസിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറേ നാൾ വരെയും ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് എത്ര ആൽക്കഹോൾ ഇൻടേക്കാണ് സേഫ്, എത്രത്തോളം അത് എത്രേൻ്റെ മേളിൽ പോകാനാണ് ഇതൊരു പ്രോബ്ലമായി വരിക എന്നൊരു ക്വാണ്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ പണ്ടൊക്കെ ചില ഗൈഡ് ലൈൻസൊക്കെ 1 or 2 units once or twice a week എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇറ്റ്സ് നോട്ട് ഗോണ എഫക്റ്റ് മച്ച്. നമുക്ക് ആ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ അത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് കുറേ നാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഓൾ ഓവർ ദ വേൾഡ് മോസ്റ്റ് ഓഫ് ദ ഗൈഡ് ലൈൻസ് സേ കംപ്ലീറ്റ്ലി ആൽക്കഹോൾ കൺസംഷൻ അറ്റ്ലീസ്റ്റ് 3 to 6 months പ്രയർ ടു ടേക്കിംഗ് ദ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലാനിങ് ദ പ്രഗ്നൻസി നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ സ്മോക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് നോ. ഒരു രീതിയിലുള്ള സ്മോക്കിങ്ങും അലൗഡ് അല്ല. അതുപോലെ തന്നെയാണ് ഇപ്പം ആൽക്കഹോളും. ഈവൻ ഡ്യൂറിങ് പ്രഗ്നൻസി സ്മോക്കിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, നമുക്ക് അലോ ചെയ്യാനേ പറ്റത്തില്ല. ആൽക്കഹോളിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഗ്രേ സോണിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. പേഷ്യൻറ്റും അത് മനസ്സിലാക്കി തന്നെ അത് പെരുമാറണം എന്നാണ് നമ്മൾ ഉപദേശിക്കാറുള്ളത്. കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല എത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇസ് ഗോണ എഫക്ട് ദ പ്രഗ്നൻസി അല്ലെങ്കിൽ ദ ബേബി എന്നുള്ളത്. വളരെ അഗ്രസീവായിട്ടുള്ള ഡ്രിങ്കിങ്ങിന് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി തന്നെ വന്നിട്ടുണ്ട്. പല രീതിയിലും ബേബി അത് എഫക്റ്റ് ചെയ്യും. ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എഫക്റ്റഡ് ആവും, ബേബിക്ക് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് വരാം. പക്ഷേ ഈവൻ മൈൽഡ് ആൻഡ് മോഡറേറ്റ് ഡ്രിങ്കിങ് ചീത്തയായ രീതിയിൽ പ്രഗ്നൻസിയെ ബാധിക്കാം. So definitely both smoking and alcohol is not allowed during pregnancy.